Dear children, Social Science ഫസ്റ്റിലെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ദ എറ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് ദി കൊമേഴ്ഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് ഓഫ് മിഡിൽ ഏജ് ആൻഡ് ദി ചേഞ്ചസ് ദാറ്റ് ഫോളോഡ്. ഇറ്റ് ഓൾസോ ഡിസ്കസസ് അബൌട്ട് ദി ഓവറോൾ ഗ്രോത്ത് ഇൻ ആർട്ട്, എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് വിസിബിൾ ഇൻ ദി മിഡിൽ ഏജ്. ഡാർക്ക് ഏജ് എന്ന യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ് വിശേഷിപ്പിച്ച മിഡിവൽ ഏജിൻ്റെ തിളക്കമുള്ള മുഖമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. This is an excerpt from the travelogues of famous European traveler Marco Polo. He is describing the merchant guilds of the medieval period. As these groups were predominantly trading with the east and west, they had to travel adventurously through dangerous trade routes. പ്രശസ്ത ലോകസഞ്ചാരിയായിരുന്ന മാർക്കോ പോളോയുടെ ട്രാവലോഗ്സിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. മിഡിവൽ പീരീഡിൽ ദൂരദേശങ്ങളിലേക്കുള്ള യാത്ര എത്ര ദുഷ്കരമായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Two major trade routes of the medieval period are shown in the map below. മിഡിവൽ പീരീഡിലെ പ്രധാനപ്പെട്ട രണ്ട് ട്രേഡ് റൂട്ട്സ് ആണ് മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. അത് നിരീക്ഷിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് നോക്കാം. These routes extended from eastern China to western Europe. കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ ഈ ട്രേഡ് റൂട്ട്സ് വ്യാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. These trade routes which connect the east and west are known as the Silk Route and Spice Route. ഇങ്ങനെ ഈസ്റ്റിനെയും വെസ്റ്റിനെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ട്രേഡ് റൂട്ട്സിനെ സിൽക്ക് റൂട്ട് എന്നും സ്പൈസ് റൂട്ട് എന്നും വിളിച്ചിരുന്നു. സിൽക്ക് റൂട്ട് വാസ് എ ലാൻഡ് റൂട്ട് വൈൽ ദി സ്പൈസ് റൂട്ട് വാസ് ത്രൂ ദി സീ. സിൽക്ക് റൂട്ട് എന്നത് ലാൻഡ് റൂട്ടും സ്പൈസ് റൂട്ട് എന്നത് സീ റൂട്ടുമായിരുന്നു. അതായത് സിൽക്ക് റൂട്ട് എന്നത് കരമാർഗം വഴിയുള്ള വ്യാപാരവും സ്പൈസ് റൂട്ട് കടൽ മാർഗം വഴിയുള്ള വ്യാപാരവുമായിരുന്നു. ഇവിടെ മാപ്പിൽ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് സിൽക്ക് റൂട്ടും റെഡ് കളറിലുള്ള ലൈൻസ് സൂചിപ്പിക്കുന്നത് സ്പൈസ് റൂട്ടുമാണ്. സിൽക്ക് റൂട്ട് കരമാർഗവും സ്പൈസ് റൂട്ട് കടൽ മാർഗവുമുള്ള ട്രേഡാണ് സൂചിപ്പിക്കുന്നത്. These routes passed through different trade centers. അനേകം ട്രേഡ് സെൻറ്ററിലൂടെയാണ് ഈ ട്രേഡ് റൂട്ട്സ് കടന്നു പോയിരുന്നത്. മിലൻ, ജനോവ, ഫ്ലോറൻസ്, വെനീസ്, ബാഗ്ദാദ്, സൂററ്റ്, കോഴിക്കോട് ഇതെല്ലാം മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ആയിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിരുന്നു മിലൻ, ജനോവ, ഫ്ലോറൻസ്, വെനീസ്, ബാഗ്ദാദ്, സൂററ്റ്, കോഴിക്കോട്. ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഈ ട്രേഡ് സെൻറ്റേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു സിൽക്ക് റൂട്ടും സ്പൈസ് റൂട്ടും കടന്നുപോയിരുന്നത്. Comparatively weak trade between the east and west got a fillip with the beginning of Crusades. The Italian traders were engaged in long-distance trade with the Eastern Roman Empire and the Arabs. They had trade relation with the towns like Baghdad, Damascus and Jerusalem. മിഡിവൽ പീരീഡിൻ്റെ ആരംഭഘട്ടത്തിൽ വളരെ വീക്കായിരുന്ന, വളരെ ദുർബലമായിരുന്ന ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ ക്രുസൈഡ്സിൻ്റെ ആരംഭത്തോടെ, കുരിശുയുദ്ധത്തിൻ്റെ ആരംഭത്തോടെ ശക്തി പ്രാപിച്ചു. ഇറ്റാലിയൻ ട്രേഡേഴ്സ് ഈസ്റ്റേൺ റോമൻ എംപയറുമായും അറബികളുമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൽ ഏർപ്പെട്ടിരുന്നു. ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം തുടങ്ങിയ ടൗൺസുമായി ഇറ്റാലിയൻ ട്രേഡേഴ്സിന് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, construction of roads and bridges, and effective steps to control thieves and robbers resulted in the strengthening of commercial contact between East and West. പ്രൊഡക്ഷനിലുണ്ടായ വർധനവ്, പല ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, റോഡുകളും പാലങ്ങളുടെയൊക്കെ കൺസ്ട്രക്ഷൻസ്, അതുപോലെ
തീവ്സിനെയും റോബേഴ്സിനെയും കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ അമർച്ച ചെയ്യുന്നതിൽ വളരെ കാര്യക്ഷമമായിട്ട് അമർച്ച ചെയ്യാനുള്ള നടപടികൾ ഭരണാധികാരികൾ സ്വീകരിച്ചതെല്ലാം ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ വളരെ വേഗം ശക്തി പ്രാപിക്കാനായിട്ട് കാരണമായി. Ancient Roman cities once again become active around the 11th century. In addition to them, new cities also sprang up. The cities which developed around the castles of nobles, cities emerged around the churches and monasteries. Cities sprang up with the expansion of markets. 11th സെഞ്ചുറിയോടുകൂടി ഏൻഷ്യൻ റോമൻ സിറ്റീസ് വീണ്ടും ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങി. ഇതുകൂടാതെ പുതിയ നഗരങ്ങൾ രൂപം കൊള്ളാനായിട്ടും തുടങ്ങി. ഫ്യൂഡൽ നോബിൾസിൻ്റെ, ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങൾക്ക് ചേർന്നായിട്ട് നഗരങ്ങൾ വളർന്നു വന്നു. അതുപോലെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും പുതിയ നഗരങ്ങൾ വളർന്നു. മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ നഗരങ്ങൾ രൂപം കൊണ്ടു. In the medieval period, the peasants brought their products to the trade centers. The merchants and craftsmen stayed in the trade centers and conducted long-distance trade. These trade centers eventually developed into cities. Medieval period, കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് പൊതുവായിട്ടുള്ള ഒരു ട്രേഡ് സെൻറ്ററിൽ എത്തിച്ചേരുകയും മർച്ചൻസും ക്രാഫ്റ്റ്മാൻ കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളും ഇത്തരം ട്രേഡ് സെൻറ്ററുകളിൽ താമസിച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രേഡിൽ വിദൂര സ്ഥലങ്ങളുമായിട്ട് കച്ചവടം നടത്തിയിരുന്നു. ഇങ്ങനെയുള്ള ഈ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് സെൻറ്റേഴ്സ് കാലക്രമേണ സിറ്റികളായിട്ട് വളർന്നു വരാനായിട്ട് തുടങ്ങി. But the emergence of different markets at various places of Europe made the coinage necessary. By the 13th century, the Italian cities of Florence and Venice began to mint their own coins. Compared to other European regions, the Italian cities had more favorable conditions such as ports of Italian subcontinent and the concessions provided by the Italian cities to their merchants. Thus, the Italian cities of Genoa, Pisa, Venice, Florence, etc. emerged as great commercial centers from 1050 to 1300 CE. Coinage had no significance in feudalism. നാണയവ്യവസ്ഥയ്ക്ക് ഫ്യൂഡലിസത്തിൽ ഒട്ടും തന്നെ പ്രാധാന്യമില്ലായിരുന്നെങ്കിലും എമർജൻസ് ഓഫ് ഡിഫറെൻറ്റ് മാർക്കറ്റ് അറ്റ് വേരിയസ് പ്ലേസസ് ഓഫ് യൂറോപ്പ് മെയ്ഡ് ദി കോയിനേജ് എ നെസസറി. 13th സെഞ്ചുറിയിൽ തന്നെ ഇറ്റാലിയൻ സിറ്റീസ് ആയിട്ടുള്ള ഫ്ലോറൻസ്, വെന്നീസ് എന്നിവ സ്വന്തമായിട്ട് നാണയങ്ങൾ അച്ചടിക്കാനായിട്ട് തുടങ്ങി. മറ്റ് യൂറോപ്യൻ റീജിയണിലെ മറ്റ് സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇറ്റാലിയൻ സിറ്റീസിന് അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പോർട്ട് ഓഫ് ഇറ്റാലിയൻ സബ് കോണ്ടിനെൻറ്റ്, ഇറ്റാലിയൻ സബ് കോണ്ടിനെൻറ്റിലെ പോർട്ടുകൾ. അതുപോലെ കൺസെഷൻസ് പ്രൊവൈഡഡ് ബൈ ദി ഇറ്റാലിയൻ സിറ്റീസ് ടു ദർ മർച്ചൻസ്, ഇറ്റാലിയൻ സിറ്റീസ് അവരുടെ മർച്ചൻസിന് കൊടുക്കുന്ന ചില കൺസെഷൻസ്, ചില ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. ഇതെല്ലാം ഇറ്റാലിയൻ സിറ്റീസ് ട്രേഡ് സെൻറ്ററുകളായിട്ട് വളർന്നു വരാനായിട്ട് ഇടയാക്കി. 1050ക്കും 1300നും ഇടയ്ക്ക് ഇറ്റാലിയൻ സിറ്റീസ് ആയിട്ടുള്ള ജിയോന, പിസ, വെനീസ്, ഫ്ലോറൻസ് എന്നിവ ട്രേഡ് സെൻറ്ററുകളായിട്ട്, ഗ്രേറ്റ് കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സായിട്ട് വളർന്നു വന്നു. As the transportation of merchandise through the rivers was comparatively easy, many cities began to develop on the banks of rivers. This facilitated large-scale exchange of articles. The facilities provided by the rulers for the production of commodities in the trading centers and the increase in population were the other factors that helped the development of new cities. Many cities began to develop on the banks of rivers. മിഡിവൽ പീരീഡിലെ സിറ്റീസിൽ പലതും നദീതീരങ്ങളിലാണ് വളർന്നു വന്നത്. നദികളിലൂടെയുള്ള ചരക്ക് നീക്കം, സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനൊക്കെ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ പല നദികളുടെയും തീരങ്ങളിലാണ് സിറ്റീസ് ഡെവലപ്പ് ചെയ്തത്. സാധനങ്ങൾ വിറ്റഴിക്കാനുമെല്ലാം വളരെ എളുപ്പമായിരുന്നു. അതുപോലെ ജനസംഖ്യാ വർധനവും പുതിയ നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ച ഘടകമാണ്. The medieval European cities were not similar to the modern cities. They were generally small in size. The roads of cities were narrow and unhygienic.
The buildings were built of wood and were thatched with hay. The possibility of an outbreak of fire was very high as these cities were overcrowded. Majority of the city dwellers were merchants, craftsmen and laborers. The laborers of the cities were poor and hence they depend on others for their livelihood. The cities depend on their villages for food and fooders. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക നഗരങ്ങൾ പോലെ ആയിരുന്നില്ല മിഡിവൽ യൂറോപ്പിലെ നഗരങ്ങൾ. അവ പൊതുവെ വലിപ്പം കുറഞ്ഞവയായിരുന്നു. അതുപോലെ അവിടേക്കുള്ള റോഡുകൾ നാരോയും അൺഹൈജീനിക്കും ആയിരുന്നു. വളരെ ഇടുങ്ങിയതും വൃത്തിഹീനവുമായിരുന്നു. കെട്ടിടങ്ങൾ തടി കൊണ്ട് നിർമ്മിച്ചവയും വൈക്കോല് മേഞ്ഞവയുമായിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന, ജനങ്ങൾ ധാരാളം ഓവർ ക്രൗഡഡ് ആയിരുന്ന അവിടെ ഒരു പോസിബിലിറ്റി ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് ഫയർ, ഒരു തീപിടുത്തത്തിനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലവിലുണ്ടായിരുന്നു. അവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾ, മെജോറിറ്റി ഓഫ് ദി സിറ്റി ഡ്വല്ലേഴ്സ് വേർ മർച്ചൻസ്, കച്ചവടക്കാരും കരകൗശല ജോലി ചെയ്യുന്നവരും തൊഴിലാളികളൊക്കെ ആയിരുന്നു. തൊഴിലാളികൾ വളരെ പുവറായതുകൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണത്തിനായിട്ട് സിറ്റികൾ പ്രധാനമായിട്ടും വില്ലേജിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്.